എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ക്രിസ്മസ് സീസണിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ എല്ലാവരും കേക്കൊക്കെ ട്രൈ ചെയ്യുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എപ്പോഴും ബേക്ക് ചെയ്യുന്ന ടിന്നിൽ ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ട് കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കുകയാണെങ്കിൽ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ ഒട്ടും തന്നെ അടി പിടിക്കാണ്ട് വളരെ പെട്ടെന്ന് നമുക്കതങ്ങോട്ട് വിട്ട് കിട്ടും. ഒട്ടും തന്നെ കേക്ക് കേടാവുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പർ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ബട്ടർ പേപ്പർ വാങ്ങുമ്പോൾ അത്ര അധികം വിലയൊന്നുമില്ല, എന്നാലും നമ്മളത് വാങ്ങാനായിട്ട് പോകണം. പിന്നെ എല്ലാ ഷോപ്പിലും ചിലപ്പോൾ കിട്ടിയെന്നും വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ ഇല്ലാതെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ട്രിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ബട്ടർ പേപ്പർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായത് ഒരു സാധാരണ വെള്ള പേപ്പറാണ്. ഇതിപ്പോൾ A4 ഷീറ്റോ അല്ലെങ്കിൽ സാധാരണ അതിനേക്കാളും കനം കുറഞ്ഞ ഷീറ്റാണെങ്കിൽ കൂടുതൽ നല്ലത്. ഏതായാലും ഒന്നും എഴുതാത്ത പ്ലെയിൻ ആയിട്ടുള്ള ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് ടിന്നിലാണോ കേക്ക് ബേക്ക് ചെയ്യുന്നത് ആ ഒരു പാത്രം വെച്ചിട്ട് അളവ് കറക്റ്റ് ചുറ്റൊന്ന് വരച്ചു കൊടുക്കുക. ഒരു പെന്നോ പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ടൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇനി ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ഓയിൽ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്, അല്ലെങ്കിൽ ഉരുക്കിയ ബട്ടറോ എന്തായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് അതൊരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പോൾ ബ്രഷ് ഇല്ലെങ്കിൽ കൈ വെച്ചിട്ടായാലും ചെയ്യാവുന്ന തന്നെ ഉള്ളൂ. ഇപ്പോൾ ബ്രഷ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് പറ്റും. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ ഓയിൽ നമ്മുടെ പേപ്പർ ഫുള്ളായിട്ട് ഇങ്ങനെ അബ്സോർബ് ചെയ്യണം. എന്നിട്ട് നല്ലൊരു ബട്ടർ പേപ്പറിൻ്റെ അതേ ഒരു രീതിയിൽ ഇത് വരും. ഇനി അതുപോലെ തന്നെ നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിൻ്റെ അടിയിലും സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ബട്ടർ പേപ്പർ നമുക്ക് ഇതിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് ആ അടിയിൽ നമുക്ക് ബട്ടർ പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ സൈഡിൽ വെക്കണമെന്നുണ്ടെങ്കിൽ സൈഡിൻ്റെ ആ ഒരു അളവ് എടുത്തിട്ട് നമ്മൾ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 റെക്റ്റാങ്കിളിലുള്ള പീസുകളും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് എണ്ണ തടവിയിട്ട് സൈഡിൽ വെച്ച് കൊടുക്കാം. നമുക്കിപ്പോൾ ഒറ്റ ലെങ്ത്തിൽ കിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് 2 പീസായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രം ആ ഒരു A4 ഷീറ്റിനേക്കാളൊക്കെ റൗണ്ട് കട്ട് ചെയ്യുമ്പോൾ വലുതാണെങ്കിൽ നമുക്ക് ഒറ്റ റൗണ്ട് കിട്ടില്ലെങ്കിൽ 2 പകുതി റൗണ്ട് 2 പേപ്പറിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് 2 കൂടി ജോയിൻ ചെയ്ത് വെച്ച് കൊടുത്താലും മതി കേട്ടോ. കറക്റ്റ് അടിയിലൊന്ന് നന്നായിട്ട് പ്രസ്സായിട്ട് ഇരിക്കണമെന്നേ ഉള്ളൂ. ഈ പേപ്പർ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ആ ഒരു പാത്രത്തിനോട് ഒട്ടി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. കണ്ടോ, ഇതിപ്പോൾ ഞാൻ സൈഡിലും ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. ശരിക്കും അങ്ങോട്ട് സൈഡിൽ വെച്ച് കൊടുക്കുമ്പോൾ ഒട്ടിയിട്ട് തന്നെ നിന്നില്ലെങ്കിൽ കേക്കിൻ്റെ ആ ഒരു ബാറ്റർ ഒഴുകിയിട്ട് സൈഡിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒട്ടി നിൽക്കണം കേട്ടോ സൈഡ് ഭാഗം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിൽ നമുക്ക് തന്നെ ഇങ്ങനെ ബട്ടർ പേപ്പർ ഇട്ട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? വളരെ ഈസിയാണ്. അതിനിപ്പോൾ കാശ് കൊടുത്ത് ബട്ടർ പേപ്പർ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഫുഡ് ആൻഡ് ക്രാഫ്റ്റിൽ നിന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കാണാത്തവർ അത് കണ്ടു നോക്കുക. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ഈ പാത്രം ബേക്കിങ്ങിന് വേണ്ടിയിട്ട് ലൈൻ ചെയ്തെടുത്തത്. കണ്ടോ, ഒട്ടും തന്നെ സൈഡിലോ അടിയിലോ ഒന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്ത പോലെ ഈ ഒരു കൊച്ചു ചാനലിനെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനി അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.